എന്തുകൊണ്ട്? കുട്ടിക്കാലത്ത് നമ്മുടെ പിതാ പറയുന്നത് നമ്മുടെ അധ്യായങ്ങളെ കൊണ്ട് ഉമ്മ കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള മുസല്ലയുടെ കണ്ണുനീരുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം കണ്ടുകൊണ്ടാണ് അവർക്ക് ഒരിക്കലും വിഘ്നമായി നിൽക്കരുത് നമ്മളെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ന് വെച്ചാൽ ആ പഠനം ഇതാണ്. അഥവാ ഏറ്റവും കൂടുതൽ ആളുകൾ ഡ്രഗ്സിൽ നിന്ന് മാറി നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മോശത്തരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് മതപരമായ മൂല്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് എന്ന് പ്രധാനപ്പെട്ടത്. ആ ഒരു മൂല്യത്തെ കാത്തു സൂക്ഷിക്കണം. ഈ നാട്ടിലെ ഓരോ ആളുകൾ ഇവിടെ മുഹമ്മദ് കുഞ്ഞി മൗലവിയുടെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് നമ്മളിവിടെ പരിപാടികൾ നടത്തുമ്പോൾ ഒരു കാർക്കശത്തിന്റെ ഭാഷയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് സിൻസിയർ ആയിട്ട് പറഞ്ഞോട്ടെ, ഈ നാട്ടിൽ നിന്നും ഒരു കുട്ടിയും അതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഏറ്റവും രൂഢമൂലമായി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആ ചോദിക്കുന്നത് അവരങ്ങനെ ഉയർന്നു പോയി എത്ര വയസ്സ് കഴിഞ്ഞാലും അവരാ ഭാഗത്തേക്ക് ചേർന്ന് പോവുക പോലുമില്ല, അവരതിലേക്ക് അടുക്കുക പോലുമില്ല. കാരണം മതാചാരങ്ങൾ അതാ പഠിപ്പിക്കുന്നത്, മതമൂല്യങ്ങൾ അതാ പഠിപ്പിക്കുന്നത്. അത് ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന്, വല തഖറബു എന്നാണ്, അതിലേക്ക് അടുക്കരുത് എന്നാണ്. ഉപയോഗിക്കരുതെന്നല്ല, അടുക്കുക ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ മൂല്യം നമ്മുടെ വീട്ടിൽ നമ്മൾ കൊണ്ടുവരാം. ആ ഒരു സിറ്റുവേഷൻ വിഷനറി ആയിട്ട് പോകണം നമ്മൾ. എന്താ വിഷനറി? കാഴ്ചപ്പാടോടുകൂടി. കാഴ്ച എന്ന് പറയുന്നൊരു ലിമിറ്റേഷൻ. ഫസ്റ്റ് നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് നമ്മുടെ ഗോൾ സെറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? നമ്മുടെ കുടുംബത്തിലെ എല്ലാ കുട്ടികളും അംഗങ്ങളാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ കാഴ്ചപ്പാട്. രണ്ടാമത്തെ കാഴ്ചപ്പാട് സമൂഹത്തെ വിശാലമായി കാഴ്ചപ്പാട്. ആനന്ദം സമൂഹത്തിന്റെ വേദനയിൽ എന്തുകൊണ്ടാണെന്നറിയോ? അവർ സമൂഹത്തിന്റെ ഭാഗമായത് കൊണ്ടാണ്. അവർ നമ്മുടെ കുട്ടികളെ സമൂഹത്തിന്റെ ഭാഗമാക്കി വളർത്തണം. ഒരിക്കലും സെഗ്മെന്റേഷൻ നടത്തരുത്. അത് ഇന്ന സംഘടന, ഇതിന്ന വകുപ്പ്, ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കും. എന്തായാലും അതിന്റെ വിഷനുള്ള ആളുകൾ നമ്മുടെ കുട്ടികൾ ഡ്രഗ്സ് മാത്രം ചെയ്യുന്നത് അവൻ പഠിച്ച് ഇതിലൂടെ കുറെ ഉയർച്ചകൾ ഉണ്ടാകാനാണ്. വിദ്യാഭ്യാസ പുരോഗതി, നാട്ടിൽ ഒരുപാട് ബന്ധങ്ങളൊക്കെ നമ്മുടെ മക്കളെ എടുക്കണം.